ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു സൺഡേ ആട്ടോ. ഇന്ന് എൻ്റെ വീട്ടിൽ എൻ്റെ കസിനും മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ജസ്റ്റ് ചുമ്മാ ഒന്ന് കറങ്ങാൻ പോയാലോ എന്ന്. അങ്ങനെ എപ്പോഴും പെട്ടെന്നൊരു പ്ലാൻ ഉണ്ടാക്കി പോകുമ്പോൾ കൊല്ലം ബീച്ചിൽ പോകാറാണ് പതിവ്. എന്നാൽ പിന്നെ ഇത്തവണയൊന്ന് മാറ്റി പിടിച്ചേക്കാമെന്ന് എത്തി നേരെ താന്നി ബീച്ചിലേക്ക് വിട്ടു. എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ താന്നി ബീച്ചിലോട്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ റെഡി ആയിട്ടങ്ങ് ഇറങ്ങി. ഏകദേശം ഒരു 5-5:30 കേട്ടോ ബീച്ചിലെത്തിയത്. പക്ഷെ നല്ല ഇളം വെയിലും നല്ല കാറ്റും അടിപൊളി ക്ലൈമറ്റായിരുന്നു. ഇന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ബീച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് കടലും മറ്റേ സൈഡ് കായലും ആട്ടോ. കുറേ ദൂരെ അങ്ങ് പോകുമ്പോഴത്തേക്കും ഈ കടലും കായലും കൂടെ ഒന്നിച്ച് നമുക്ക് കാണാൻ പറ്റും. നോക്കി കടലിരച്ച് വരുന്നത്, ഇത് കാണാൻ നല്ല ഭംഗിയായി. എനിക്കിതൊക്കെ ആസ്വദിക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. എന്നെപ്പോലെ ഇതൊക്കെ ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഞങ്ങൾ ബീച്ചിലേക്ക് ഇറങ്ങി. ഇവിടെ പ്രത്യേകിച്ച് എൻട്രൻസ് ഒന്നുമില്ല. പണ്ടൊന്നും ഇവിടെ ആരും അങ്ങനെ വരാറില്ല കേട്ടോ. പക്ഷെ ഇപ്പം ആൾക്കാരൊക്കെ വരാറുണ്ട്. ഒത്തിരി തിരക്കൊന്നും കാണില്ല. നല്ല സമാധാനമായിട്ട് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വന്നിവിടെ നിൽക്കാൻ പറ്റും. കുഞ്ഞുങ്ങൾക്കൊക്കെ കളിക്കാനും ഒക്കെ പറ്റും, വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ ബീച്ചിലേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പം ആരോ പറത്തിയൊരു പട്ടമാണെന്ന് തോന്നുന്നു, പൊട്ടിപ്പോയി. അതിങ്ങനെ ആകാശത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കാറ്റിൽ കിടന്ന് പായുന്ന കണ്ടപ്പോൾ കുഞ്ഞുങ്ങൾക്കൊരു ഇഷ്ടം. അവരങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. നല്ല തണുത്ത കാറ്റൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് സ്നാക്സൊക്കെ ആയിട്ടാട്ടോ ഞങ്ങൾ പോയത്, വട, സമൂസയൊക്കെ. അങ്ങനെ അതൊക്കെ ഈ കാറ്റൊക്കെ കൊണ്ട് തിന്നു. പിന്നെ കുറച്ച് ഉപ്പിലിട്ടൊക്കെ വാങ്ങിച്ചു. എനിക്ക് പൈനാപ്പിൾ ഉപ്പിലിട്ട കേട്ടോ ഭയങ്കര ഇഷ്ടം. ആ ഒരു പുളിയും മധുരവും എരിവൊക്കെ. പിന്നെ മാങ്ങ മേടിച്ചു. പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. വാടിയ മാങ്ങയും ഒരുപാട് എരിവുമായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കാല് നനയ്ക്കാനായിട്ട് പോയി. കുഞ്ഞുങ്ങൾക്ക് കാല് നനയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞിലെ ഞങ്ങളും ഇങ്ങനെ ആയിരുന്നു. ബീച്ചിൽ പോയാൽ മസ്റ്റായിട്ടും കാല് നനയ്ക്കണം. പക്ഷേ എൻ്റെ ഉമ്മാക്ക് ഭയങ്കര പേടിയാട്ടോ കാല് നനയ്ക്കാൻ വിടാൻ. കടൽ കയറി വരുമ്പോഴേക്കും എൻ്റെ ഉമ്മാക്ക് വെപ്രാളമാണ്. അങ്ങ് നീങ്ങുന്നില്ല എന്ന് പറഞ്ഞൊരു 100 വട്ടം വിളിക്കും. പേടിച്ചിട്ട് ഞങ്ങളെ കൂടെ ഇങ്ങനെ ഇറങ്ങി വരും. ഞങ്ങൾ പറഞ്ഞാൽ കേട്ടില്ലെങ്കിലോ ഫ്രണ്ടിലോട്ട് പോകുമോ എന്നൊക്കെയുള്ള ചിന്തയാട്ടോ എൻ്റെ ഉമ്മാക്ക്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അങ്ങനെ എങ്ങനെയൊക്കെ ഉമ്മയെ പറഞ്ഞ് ഞങ്ങൾ കാല് നനയ്ക്കാൻ വന്നേ കേട്ടോ. പക്ഷെ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി ഇതങ്ങ് ഇഷ്ടപ്പെട്ടു. തിരിച്ച് കേട്ടാൽ ഞങ്ങൾ ഒത്തിരി പാടുപെട്ടു. ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. ഇതൊരു രസം തന്നെയല്ലേ ഈ കാല് നനയ്ക്കുന്നത്. അവസാനം ഞങ്ങളെല്ലാം കയറി. പിന്നെ കുറച്ച് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു. ബീച്ചിൽ വന്ന ഐസ്ക്രീം മസ്റ്റാണ്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഐസ്ക്രീം കൊടുക്കാറില്ല, കാരണം പനിയായിരുന്നു, കൊടുക്കാറില്ല. പക്ഷെ ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ എക്സ്ട്രാ ഞങ്ങൾ കോൺ ബിസ്ക്കറ്റ് വാങ്ങിച്ചു. ഞങ്ങൾ വാങ്ങിയ ഐസ്ക്രീം കുറച്ചിട്ട് കൊടുത്തു. അപ്പോൾ അവർ ഹാപ്പി, നമ്മളും ഹാപ്പി. പിന്നെ പാനിപ്പൂരി മേടിച്ചു. കുഴപ്പമില്ലാത്ത നല്ലൊരു പാനിപ്പൂരി ആയിരുന്നു. പിന്നെ ഇത് മസാല കടലയിൽ നിന്നും കണ്ടാട്ടോ പറയുന്നത്. കടല വേവിച്ചതും മാങ്ങയും പച്ചമാങ്ങയും തക്കാളിയും ക്യാരറ്റൊക്കെ ഇട്ട് കൊള്ളായിരുന്നു. അടിപൊളി ടേസ്റ്റായിരുന്നു. അങ്ങനെ ഇതെല്ലാം കഴിച്ച് ഒരു 7:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ തിരിച്ചു പോരുന്നു. പക്ഷേ 7:30 ആയപ്പോഴത്തേക്കും നല്ല തിരക്കാവാൻ തുടങ്ങി. ആളുകളൊക്കെ വന്നു തുടങ്ങി കേട്ടോ ബീച്ചിലോട്ട്. കൊല്ലത്ത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ താന്നി ബീച്ചിൽ എല്ലാവരും ഒന്ന് വരണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും കൂടി വേണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ, ബൈ.